കാണാൻ തന്നെ ഒരു ഭീകരമായിട്ടൊരു ലുക്കാട്ടോ വണ്ടി കിടക്കുന്നത്. എംസാൻഡ് ഇപ്പൊ ഇതിനകത്ത് വാഷ് ചെയ്യുവാണ്. ഈ ഒരു ഭാഗത്ത് നമ്മുടെയൊക്കെ വരുന്നുണ്ടെന്ന്, പക്ഷെ നമുക്ക് അങ്ങോട്ട് കയറി പോകാനെ കൊണ്ട് പറ്റുമോ എന്ന് അറിയത്തില്ല. പ്രവേശനമില്ലെന്ന് ആ ഒരു ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ തോന്നുന്നു ഇതിന്റെ അടി. ഹലോ ഗൈസ്, കോൾ മീ ബിജിത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളാണെങ്കിൽ എന്നും ഫിഷിംഗ് വീഡിയോയ്ക്ക് നമുക്ക് പോകാൻ പറ്റില്ല, കാരണം ജോലി തിരക്കൊക്കെ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ അതിനുള്ള ഗ്യാപ്പിലാണ് നമ്മൾ ഇതുപോലെ വണ്ടിയും കൊണ്ട് പോകുന്ന വീഡിയോ ഒക്കെ ഇടുന്നത്. ഇന്ന് നമ്മളാണെങ്കിൽ എംസാൻഡ് എടുക്കാനെ കൊണ്ട് ഒരു സൈറ്റിൽ പോകാൻ, അതായത് ക്രഷറിൽ പോകാൻ. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് പോകുന്നത്. എൻ്റെ കൂടെ വേറെ ആരുമില്ല. നമ്മൾ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി തന്നെ എടുക്കാം. കീ ഓണാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സ്വിച്ച് വരുന്നത്. ഇപ്പോൾ നമുക്ക് വണ്ടി ഇടുക. ഇപ്പോൾ സേഫ്റ്റി നോക്കുവാണെങ്കിൽ ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത് ശരിയല്ല. ഇപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്ക് വന്ന്, അതുമല്ല ഇത് കൊച്ചു റോഡും ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. കാരണം ഇതുവഴി വലിയ വണ്ടി തിരക്കൊന്നും ഇല്ല. നമ്മൾ ആദ്യം നേരെ പമ്പിലോട്ടാണ് പോകുന്നത്. നമുക്കാദ്യം ചെന്ന് ഡീസലൊക്കെ അടിക്കണം. ഡീസൽ അടിച്ചിട്ട് വേണം പോകാൻ. ആ കേസ് നമ്മളാണെങ്കിൽ ഡീസൽ അടിച്ചോണ്ടിരിക്കുക. അങ്ങനെ 1000 രൂപ ഡീസലാണ് വണ്ടിക്ക് അത് അടിച്ചത്. അപ്പൊ കേസ് നമ്മളാണെങ്കിൽ പയ്യനാമണിലുള്ള ക്രഷറിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിപ്പോ ക്രഷറിന്റെ ഫ്രണ്ടിലാണ് എത്തിക്കുന്നത്. ഇപ്പൊ 2 സൈഡിലും ക്രഷറുണ്ട്. ഈ ഒരു സൈഡിലോട്ടാണെങ്കിലും ഉണ്ട്. കാണിച്ചുതരാം. ഈ ഒരു സൈഡിലോട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ആണ് എംസാൻഡും പാറപ്പൊടിയൊക്കെ കിടക്കുന്നത്. നമുക്കപ്പോൾ താഴെ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ക്രഷർ വരുന്നത് ഇവിടാണ്. അപ്പോൾ ഇവിടാണ് എംസാൻഡ് കിടക്കുന്നത്. ഈ ഒരു ഇതിനകത്താണെങ്കിൽ പാറപ്പൊടി. ഇന്നലെ നമ്മൾ ഇവിടുന്ന് ആ പാറപ്പൊടി എടുത്തത്. അപ്പോൾ ഇന്ന് എംസാൻഡ് എടുക്കും. നമുക്ക് ഇറ്റാച്ചിയാണ് നമുക്കാണെങ്കിൽ പാറപ്പൊടി കയറ്റി തരുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ആണെങ്കിൽ തിരിച്ചങ്ങോട്ട് കയറ്റി ഇടുന്നുണ്ട്. കേൾക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, ഭയങ്കര സൗണ്ടാണ് ഇവിടെ. വെളിയിൽ നിന്നാണെങ്കിൽ മണ്ണ് എംസാൻഡ് ആണെങ്കിൽ അങ്ങോട്ട് വീഴുന്നുണ്ട്. അപ്പോൾ ഇവിടെ വേറെ വണ്ടി കിടപ്പുണ്ട്. ഇവിടുത്തെ 2-3 പഴയ വണ്ടികളുണ്ട്. അതിപ്പോൾ കാണാൻ പറ്റില്ല. ഇന്നലെ വന്നപ്പോൾ ഞങ്ങൾ കണ്ടായിരുന്നു. ഈ ഒരു ബഗ്ഗറേനാണ് നമ്മൾ ഇന്നലെ ആണെങ്കിൽ പാറപ്പൊടി എടുത്തത്. ഇപ്പോൾ ഈ ഭാഗത്താണ് പാറപ്പൊടിയൊക്കെ വരുന്നത്. എംസാൻഡൊക്കെയാണ് ആ കിടക്കുന്നത്. ഇപ്പൊ എംസാൻഡിന് താപോട്ട് വീഴുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതിപ്പോ എംസാൻഡ് ഡീസാൻഡും ഉണ്ട്. ഇതിനകത്ത് ഏതാണ്ട് കറക്റ്റ് എനിക്ക് അറിയത്തില്ല. ഇത് നമുക്ക് ഈ ഹിറ്റാച്ചിയിലാണ് നമുക്കാണെങ്കിൽ കോരി ഇട്ട് തരണം വണ്ടിയിലോട്ട്. പക്ഷെ ഇതിനകത്താണെങ്കിൽ വണ്ടി നമ്മൾ കീഴിലോട്ട് കയറ്റി ഇട്ട് കഴിഞ്ഞാൽ സാധനം ഈ മണ്ടയിലത്തെ ആ ഒരു ലോക്ക് അടിച്ച് കഴിഞ്ഞാൽ സാധനം താപ്പോട്ട് വീഴും. ഞാൻ മുമ്പേ പറഞ്ഞ ഇവിടെ ഉള്ളിൽ കിടന്ന് ഓടുന്ന വണ്ടിയാണ്. അതിനകത്ത് ഓർമ്മ വന്നുകൊണ്ട് ആ പോകുന്നത്. പഴയ ഒരു SC ആണത്. മേപ്പോട്ട് നോക്കുകയാണെങ്കിൽ മേളിൽ ഒരു പാറമടയൊക്കെ വരുന്നുണ്ടെന്ന്, പക്ഷെ നമുക്ക് അങ്ങോട്ട് കയറി പോകാനെ കൊണ്ട് പറ്റുമോ എന്ന് അറിയത്തില്ല. അപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വഴക്ക് കുറയായിരിക്കും. മേളിൽ വലിയൊരു പാറമടയാണ് തോന്നുന്നു വരുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് തന്നെ അറിയത്തില്ല. പക്ഷെ നമ്മൾ ഇവിടുത്തെ ഒരു ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, ഇവിടെ ഉള്ളിൽ ചെറിയ രീതി എടുത്തോളാൻ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം ഇതിൻ്റെ താപ്പോട്ട് നോക്കുകയാണെങ്കിൽ ഈ ക്ലേ കിടപ്പുണ്ട്. ഇതിപ്പോൾ വലിയ പാലമണിക്കും അങ്ങനെയുള്ളൊക്കെ ഒരു കാര്യത്തിന് കൊണ്ടുവന്ന ക്ലേ ആണ്. അതുകൊണ്ട് ആ ഭാഗത്ത് കിടക്കുന്നത്. താപ്പോട്ട് പോകാനെ കൊണ്ടുള്ള വഴി ഇതുവഴിയാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്നല്ല നമുക്ക് ഇതിൻ്റെ മണ്ടേ കൂടെ ഒന്ന് കാണിക്കാം. ഭാഗത്ത് തന്നെ മെഷീനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ മണ്ടയിൽ നിന്നാണെങ്കിൽ മെറ്റിലാന്ന് തോന്നുന്നു. ചെറിയ മെറ്റിൽ, പാറ പൊടിച്ച മെറ്റിൽ എല്ലാം കൂടെ അതിനകത്തോട്ട് വീണ് അവിടുന്ന് അത് പൊടിയായിട്ടാണ് ഈ ഒരു ചെയിനകത്തൂടെ കയറി പോകുന്നത്. ഞാനത് കാണിച്ചു തരാം. അല്ല, ഈ ഭാഗത്ത് ഇങ്ങനെ മെറ്റിലായിട്ട് തന്നെ കയറി പോകുന്നത്. ഇതിന്റെ മണ്ടേ ചെന്നിട്ട്, അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് ചെന്നിട്ടാന്ന് തോന്നുന്നത് ഇത് പൊടിച്ച് ഇതുപോലെ എംസാൻഡും ഡീസാൻഡൊക്കെ ആക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതിന്റെ ഉള്ളിൽ കിടന്ന് ഓടുന്ന വണ്ടികൾ. ഈ ഒരു വണ്ടി പഴയ വണ്ടിയാണ്. ഇതിന്റെ പേര് എനിക്കൊന്ന് ബുള്ളെന്നെങ്ങാണ്ടാ തോന്നുന്നു. കറക്റ്റ് എനിക്ക് അറിയത്തില്ല. ബുള്ളല്ല, ടാറ്റയുടെ വണ്ടിയാണ്. ടാറ്റ. കാണാൻ തന്നെ ഒരു ഭീകരമായിട്ടൊരു ലുക്കാട്ടാ വണ്ടി കിടക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ തന്നെ കിടന്ന് ഓടുന്ന സാധനമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പാറമട ഉണ്ട് ഈ ഒരു ഭാഗത്താണ്. പാറമട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പണ്ടൊക്കെ പൊട്ടിക്കുന്ന ഞാൻ തോന്നുന്നു. ഇതിൻ്റെ അടി നല്ല രീതിക്ക് വെള്ളമൊക്കെ ഇട്ടാട്ട് കിടക്കുവാണ്. വെള്ളമൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്താണെങ്കിൽ ഇങ്ങനെ മെറ്റിൽ വന്ന് താപ്പോട്ട് വീഴുന്നുണ്ട്. പഴയ ഒരു മരമൊക്കെ നിൽപ്പുണ്ട് ഈ ഒരു സൈഡിൽ. പിന്നെ അങ്ങോട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്തുവാ, നമുക്ക് അങ്ങോട്ട് പ്രവേശനം ഇല്ലെന്ന് ആ ഒരു ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രവേശനം ഇല്ലെന്ന് ആ ഒരു ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുന്നില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് ഒരു ബായ് പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് കയറി കാണിച്ചിട്ടുണ്ട്.
ഇങ്ങനെ അതിന്റെ അകം പിന്നെ ഇതിന്റെ വാഷ് ആ ഇതിപ്പോ എംസാന്റെ ഇപ്പൊ ഇതിനകത്ത് വാഷ് ചെയ്യുവാണ് ഈ ഒരു ഭാഗത്ത്. അങ്ങോട്ട് പോയിട്ട് ബായ് അവിടെ എന്തുവാ ഷോപ്പ് കാണാൻ പറ്റുമോ? അപ്പൊ ഇതിന്റെ മണ്ടവശത്ത് അതൊന്ന് കാണിക്കാൻ കയറി കണ്ടോളാൻ പറഞ്ഞു. നമുക്കൊന്ന് കയറി നോക്കാം. ഇപ്പൊ തന്നെ ഇത് നല്ല ഹൈറ്റ് ആയിട്ടുണ്ട്. ഇവിടാണ് ഇതിന്റെ പൊടിച്ച തരിതരിയായിട്ട് നാപ്പോട്ട് വീഴുന്നെന്ന് തോന്നുന്നു. ഏടിയെന്ന് വെട്ടി വീഴുന്നുണ്ട് ആളുടെ വീട്ടില്. ഹൈറ്റ് ആയിട്ടുണ്ട്. നമ്മൾ മുമ്പേ കണ്ട നമ്മുടെ വണ്ടിയൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് താപ്പോട്ട് ഇറങ്ങാം. അപ്പൊ ഗൈസ് നമ്മളിപ്പോ കേറിയതാണ് ഇതിന്റെ മണ്ടയിലായിരുന്നേ. ഇതിന്റെ മണ്ടയിലെ ആ ഒരു മെഷീനും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോ കണ്ടത്. ഇതിന്റെ താഴെ ഈ രണ്ടാമത് കാണുന്ന ഭാഗത്ത് വാഷിംഗ് ഒക്കെ ആയിരുന്നു വരുന്നത്. അതായത് എംസാന്റെ ഡീസാന്റെ ഈ ഒരു ഭാഗത്താണ് വാഷ് വരുന്നത്. പിന്നെ അതിന്റെ മണ്ടയാണ് ഇങ്ങനെ പൊടിച്ച് തരിതരിയായിട്ട് താപ്പോട്ട് വീഴുന്നത്. അവിടെ അതെല്ലാം കൂടെ വന്ന് നമ്മൾ മുമ്പേ മണ്ടേ കണ്ടതിന്റെ ആ ഭാഗത്തോട്ട് അവിടെ വന്ന് വീഴുന്നുണ്ട്. ഒരു ഹിറ്റാച്ചിയാണ് നമുക്കാണെങ്കിൽ ലോഡ് കയറ്റി തരണം. അത് ഈ എംസാന്റും ഡീസാന്റും ഈ ഒരു വണ്ടിയിലാണ് കയറ്റുന്നത്. ഞാൻ പറഞ്ഞ ലോറി അപ്പൊ ഞാൻ തുമ്പേ പറഞ്ഞ മറ്റേ ബർഗറിനകത്തുനിന്ന് മണ്ണിടുന്ന ഈ ഒരു സെറ്റപ്പിലാണ്. ഇപ്പൊ നമുക്ക് പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടിയിലോട്ട് എംസാന്റ് ഇടുവാന്ന്. രണ്ട് ബക്കറ്റ് ഇട്ടപ്പോ തന്നെ ഇപ്പൊ വണ്ടി നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വണ്ടി നിറഞ്ഞ് മണ്ണൊക്കെ നിരത്തി തന്നിട്ടുണ്ട്. ഇന്നലെ ആകുമ്പോൾ അവർ തന്നെ മറ്റേ തൂമ്പ് വെച്ച് നമുക്ക് നിരത്തി തരുവാണ്. ഇന്നിപ്പോ ജെസിയുടെ ബക്കറ്റ് കൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാം സെറ്റായിട്ട് നിരത്തി ഇട്ടിട്ടുണ്ട്. നമ്മുടെ വണ്ടിക്ക് അത് അങ്ങനെ എംസാന്റെ കയറ്റി ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ പോകാം. നമ്മളാണെങ്കിൽ ഒരു കാലിച്ചായ അടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. ഇനി ചായ കുടിച്ചിട്ട് വേണം നമുക്ക് വീട്ടിലോട്ട് പോകാൻ. നമ്മളാണെങ്കിൽ ലോഡ് പോയി എടുത്തിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാനെങ്കിൽ ഇവിടെ രണ്ടുപേരാണെങ്കിൽ വണ്ടിക്കകത്തുനിന്ന് മണ്ണ് വെട്ടി താപ്പോട്ടിടുന്നുണ്ട്. ഈ വീടിൻ്റെ പണിക്ക് വേണ്ടിയിലാണ് എംസാൻ്റെ എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ഇതിനൊരു വൈൻഡ് അപ്പ് ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.